ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഫോട്ടോഷോപ്പിൻ്റെ മെനൂസിനെ കുറിച്ചാണ്. ഈ ഒരു ഫോട്ടോഷോപ്പിലെ മെനൂസിനെ കുറിച്ച് നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വരുന്ന കുറച്ച് വീഡിയോകളിൽ നമ്മൾ ഈ ഫോട്ടോഷോപ്പ് മെനൂസിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ്സുകളായിരിക്കും ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മളിവിടെ ഫോട്ടോഷോപ്പിൽ ആദ്യത്തെ മെനു ആയിട്ടുള്ള ഫയലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാം. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനുകളും അതുപോലെ നിങ്ങൾക്ക് അറിയാത്ത ഓപ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ ഉണ്ട്, അതായത് ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതൊരു ഓപ്പൺ ഉണ്ട്. ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷനുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്ന സ്മാർട്ട് ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്പൺ ആ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ എന്താണ് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ്? ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോട്ടോഷോപ്പ് ഒരു റാസ്റ്റർ ബേസ്ഡ് സോഫ്റ്റ്വെയറും അതുപോലെ ഇല്ലുസ്ട്രേറ്റർ ഒരു വെക്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള റാസ്റ്റർ അല്ലെങ്കിൽ വെക്ടർ ഇമേജിൽ നിന്നുള്ള ഇമേജ് ഡാറ്റ അടങ്ങിയിരിക്കുന്ന ലെയറുകളെയാണ് സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിവരണം നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ ഞാനൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഞാനിവിടെ ഒരു പ്ലേറ്റിൻ്റെ ഇമേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ ലെയറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്തൊരു കോപ്പി കൂടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ഇമേജസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഇമേജിൻ്റെ ലെയറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ ഒരു ഇമേജ് ഇവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഐക്കൺ വന്നിരിക്കുന്നത്. നമ്മൾ ഇനി ഒന്ന് റീനെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നും അതുപോലെ റാസ്റ്റർ എന്നും ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഇമേജാണ് നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഡിസൈനകത്ത് ഈ 2 ഫോട്ടോസിനെ നമ്മൾ അല്പം ഒന്ന് ചെറുതാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ 2 ലെയറുകളെയും ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോം എനേബിൾ ചെയ്യാം. ഇവിടെ നിന്ന് ഞാൻ ചെറുതാക്കുന്നുണ്ട്. നമ്മളിവിടെ വളരെ നന്നായിട്ട് തന്നെ ഇത് ചെറുതാക്കിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ സൈസ് ഇത്രയും ചെറുതാക്കേണ്ട, ആ ഒരു പഴയ സൈസിൽ തന്നെയാണ് ഇവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഡു ചെയ്തുകൊണ്ട് ഇമേജിൻ്റെ സൈസ് പഴയതുപോലെ തന്നെ ആക്കാൻ പറ്റും. എന്നാലും നമ്മളിവിടെ മറ്റ് പല വർക്കുകളും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അൺഡു ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അപ്പം നമ്മൾ വീണ്ടും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഇമേജിൻ്റെ സൈസ് ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫസ്റ്റത്തെ ഇമേജിനകത്ത് ക്വാളിറ്റിയിൽ പ്രശ്നമൊന്നും വന്നിട്ടില്ല. രണ്ടാമത്തിനകത്ത് ഒരുപാട് പിക്സലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിതിനെ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു ലോസ് സംഭവിച്ചിട്ടില്ല. എന്നാൽ റാസ്റ്റർ ഇമേജിൻ്റെ ക്വാളിറ്റിയിൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഇമേജിനകത്ത് ഒരുപാട് പിക്സൽസ് വരുന്നുണ്ട്. അതായത് ഒരുപാട് സ്ക്വയർ ബോക്സുകൾ അടുക്കിയിട്ടുള്ള ഒരു പൂർത്തീകരണമാണ് ഇമേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് നമ്മളിവിടെ സങ്കല്പിക്കുകയാണ് ഒരു 100 സ്ക്വയർ ബോക്സുകൾ അടുക്കിയിട്ടുള്ള ഒരു ഇമേജ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഈ ഇമേജിൻ്റെ സൈസ് ഇവിടെ റെഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഒരു 50 സ്ക്വയർ ബോക്സിൻ്റെ സൈസിലേക്ക് നമ്മൾ ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 സ്ക്വയർ ബോക്സിൻ്റെ സൈസിലേക്ക് റെഡ്യൂസ് ആവുന്ന സമയത്ത് ബാക്കിയുള്ള 50 സ്ക്വയർ ബോക്സുകൾ ഇവിടുന്ന് ഡിലീറ്റ് ആയി പോകുന്നില്ല. അതിവിടെ പ്രിസർവ് ആയിട്ടിരിക്കുകയാണ്. അതായത് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാലും നമ്മൾ വീണ്ടും ഈ ഇമേജിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹൈഡ് ആയിട്ടിരിക്കുന്ന, അതായത് പ്രിസർവ് ആയിട്ടിരിക്കുന്ന 50 സ്ക്വയർ ബോക്സുകളും പഴയ രൂപത്തിൽ തന്നെ ഇനേബിൾ ആയിട്ട് വരുന്നതാണ്. അങ്ങനെയാണ് ഈ ഇമേജിൻ്റെ ക്വാളിറ്റിയിൽ ലോസ് ഒന്നും സംഭവിക്കാതെ ആദ്യത്തെ ഇമേജിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ആക്ച്വൽ സൈസിനെക്കാളും നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വരുന്നതല്ല. ഇനി നമ്മൾ രണ്ടാമത്തെ റാസ്റ്റർ ഇമേജിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമേജിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ പിക്സൽസ് വരുന്നുണ്ട്. അതായത് ഒരുപാട് സ്ക്വയർ ബോക്സുകൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു പൂർത്തീകരണം തന്നെയാണ് ഈ ഒരു ഇമേജും. ഇവിടെ നമ്മൾ ഈ ഒരു ഇമേജിനകത്ത് 100 സ്ക്വയർ ബോക്സുകളാണ് ഉള്ളതെന്ന് സങ്കല്പിക്കുക. നമ്മൾ ഇതിൻ്റെ സൈസ് 50 സ്ക്വയർ ബോക്സിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണ്. ആ സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 50 സ്ക്വയർ ബോക്സുകൾ ഇവിടുന്ന് ഡിലീറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ റെഡ്യൂസ് ചെയ്തിട്ടുള്ള 50 സ്ക്വയർ ബോക്സിൽ ഇമേജ് നിലനിൽക്കും. ബാക്കിയുള്ള 50 സ്ക്വയർ ബോക്സുകൾ ഇവിടുന്ന് ഡിലീറ്റ് ആയി പോകും. നമ്മൾ വീണ്ടും ഈ ഇമേജിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ 50 സ്ക്വയർ ബോക്സ് ഇവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആകെയുള്ള 50 സ്ക്വയർ ബോക്സിൽ ബ്ലെൻഡ് ആയിക്കൊണ്ട് ഇതുപോലെ ക്വാളിറ്റിയിൽ ലോസ് സംഭവിക്കും. അതായത് ഇവിടെ ഇമേജ് ബ്ലർ ആയിട്ട് ഇവിടെ കാണപ്പെടുന്നതാണ്.
അപ്പോൾ അതാണ് ഈ ഒരു റാസ്റ്റർ ഇമേജിനകത്തും സ്മാർട്ട് ഒബ്ജക്റ്റിനകത്തും സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൂടുതലായിട്ട് ഇതൊന്നുകൂടെ വ്യക്തമാക്കാനായിട്ട് ഞാനിവിടെ മറ്റൊരു ഇമേജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 3x3 9 സ്ക്വയർ ബോക്സുകൾ ഞാനിവിടെ അടുക്കി വെച്ചിട്ടുള്ളൊരു ഇമേജ്. ഈ ഒരു ബോക്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 3x3 പിക്സൽസ് ആണ്. ഇവിടെ 2 ലെയറുകൾ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ സ്മാർട്ടാണ്, രണ്ടാമത്തെ റാസ്റ്റർ ആണ്. ഇനി നമ്മളിവിടെ റാസ്റ്റർ ഇമേജ് ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് Ctrl+T പ്രസ് ചെയ്യാം. ഒരു 4 സ്ക്വയർ ബോക്സിൻ്റെ സൈസിലേക്ക് റെഡ്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്ത സമയത്ത് 9 സ്ക്വയർ ബോക്സിൽ നിന്ന് 4 സ്ക്വയർ ബോക്സിനകത്തോട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള 5 സ്ക്വയർ ബോക്സുകൾ ഇവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടില്ല, ഇതിവിടെ പ്രിസർവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ഇനി ഞാൻ ഈ ഒരു ഇമേജിനെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത റാസ്റ്റർ ഇമേജ് ഇനേബിൾ ചെയ്യാം. റാസ്റ്റർ ലെയറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വീണ്ടും Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുക. ഈ ഒരു ഇമേജ് നമ്മൾ 4 സ്ക്വയർ ബോക്സിനകത്തേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ റാസ്റ്റർ ഇമേജിനകത്ത് ബാക്കിയുള്ള 5 സ്ക്വയർ ബോക്സുകളും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഈ ഒരു 4 സ്ക്വയർ ബോക്സിനകത്തേക്ക് ഈ ഒരു 9 സ്ക്വയർ ബോക്സ് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സ്മാർട്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് Ctrl+T പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ വീണ്ടും പഴയ സൈസിലേക്ക് തന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഈ റാസ്റ്റർ ഇമേജിനെ ഒന്ന് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമേജിൻ്റെ ക്വാളിറ്റി ലോസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിനകത്ത് സ്ക്വയർ ബോക്സുകളുടെ എണ്ണം പഴയതുപോലെ തന്നെ ഉണ്ട്. അതായത് നമ്മുടെ പഴയ ഇമേജ് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റാസ്റ്റർ ഇമേജിനെ വീണ്ടും ഇനേബിൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സ്മാർട്ട് ഒബ്ജക്റ്റിനെ ഇവിടെ ഹൈഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഈ റാസ്റ്റർ ഇമേജിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആകെപ്പാടെ ആ 4 സ്ക്വയർ ബോക്സുകൾ മാത്രമേ ഉള്ളൂ. അതായത് ബാക്കിയുള്ള 5 സ്ക്വയർ ബോക്സ് ഇവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ 4 സ്ക്വയർ ബോക്സുകളും ഇവിടെ ബ്ലെൻഡ് ആയിട്ട് ഇവിടെ ബ്ലറായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് റാസ്റ്റർ ഇമേജിൻ്റെയും അതുപോലെ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെയും വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇമേജിനെ സ്മാർട്ട് ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ടൊന്നും കട്ട് ചെയ്യാനൊന്നും കഴിയില്ല. ഞാൻ ഈ ലെയറിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്യാം. ഇനി ഞാനൊന്ന് ഡിലീറ്റ് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു വാർണിംഗ് പോപ്പപ്പ് വന്നിരിക്കുന്നത് കാണാം. അതായത് നമ്മുടെ ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയില്ലെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെയുള്ള മറ്റുള്ള ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ബ്രഷ് ഒന്നും യൂസ് ചെയ്തുകൊണ്ട് ബ്രഷ് ചെയ്യാനൊന്നും കഴിയില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രഷ് വരുന്ന സമയത്ത് ഇവിടെ ഒരു ക്രോസ് ആയിട്ട് ഒരു ഐക്കൺ വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ എഡിറ്റിംഗ് ടൂൾസുകളൊന്നും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റിന് നമുക്ക് അഡ്വാൻറ്റേജസും അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ മറ്റുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഈ ഒരു ഇമേജിനെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് Ctrl+J പ്രസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിന് ഇവിടെ ഒന്ന് ബ്ലർ ചെയ്യണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ഈ ഒരു കോപ്പി എടുത്തുള്ള ഇമേജിനെ ഒന്ന് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഇതിനെ ഒന്ന് റീനെയിം ചെയ്യുന്നുണ്ട്. സ്മാർട്ട് BG എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ റാസ്റ്റർ BG എന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു സ്മാർട്ട് ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ ഹൈഡ് ചെയ്യുകയാണ്. ഈ ഒരു റാസ്റ്റർ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമ്മൾ ബ്ലർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫിൽറ്ററിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ബ്ലർ സെലക്ട് ചെയ്യാം. അതിനുശേഷം വന്നിട്ടുള്ള ഗോഷ്യൻ ബ്ലർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബ്ലർ ആവശ്യത്തിന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജിനകത്ത് ഇത്രയും ബ്ലർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ബ്ലർ ചെയ്തിട്ടുള്ള ഇമേജിനകത്ത് നമുക്ക് റേഡിയസിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. അതായത് ഇതിൻ്റെ ബ്ലർ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കില്ല. നമ്മളപ്പോൾ വീണ്ടും ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലറായിട്ടിരിക്കുന്ന ഇമേജിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ ബ്ലർ അപ്ലൈ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്തരത്തിൽ ബ്ലറിൻ്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാനേ കഴിയത്തുള്ളൂ ഈ ഒരു റാസ്റ്റർ ഇമേജിനകത്ത്. ഞാനിതിനെ അൺഡു ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫിൽറ്ററിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ബ്ലർ സെലക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള റേഡിയസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ലെയറിൻ്റെ താഴെയായിട്ട് അഡീഷണൽ ആയിട്ടൊരു മറ്റ് ലെയർ കൂടി വന്നിരിക്കുന്നത്. അതായത് സ്മാർട്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞ്
നമ്മൾ ഈ ഒരു സ്മാർട്ട് ഓപ്ഷനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഫിൽറ്ററുകളോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ സ്മാർട്ട് ഫിൽറ്റർ ആയിട്ടായിരിക്കും ഇവിടെ വരിക. ഇതിന് താഴെയായിട്ട് നമ്മളിവിടെ കൊടുത്തുള്ള ഗോഷ്യൻ ബ്ലർ ഉണ്ട്. ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഗോഷ്യൻ ബ്ലറിൻ്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് റേഡിയസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് റേഡിയസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയതുപോലെ റേഡിയസ് കുറച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഓബ്ജക്റ്റിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ബ്ലർ എഫക്റ്റുകൾ അതുപോലെ സ്മാർട്ട് ഫിൽറ്ററുകളൊക്കെ നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ക്യാമറയോ എഫക്ട്സുകളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്മാർട്ട് ഓബ്ജക്റ്റിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം വർക്ക് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഈ ഒരു എഫക്ട്സുകൾ അല്ലെങ്കിൽ ഫിൽറ്ററുകളൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്മാർട്ട് ഓബ്ജക്റ്റിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സൈൻ ബോർഡ് മോക്കപ്പ് ഇമേജ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിനകത്തേക്ക് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള വർക്കിൽ ഒന്ന് കൊണ്ടുവരാം. ഞാൻ ഈ ലെയറുകളെല്ലാം ഒന്ന് ഒരുമിച്ച് മെർജ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റത്തെ ലെയർ സെലക്ട് ചെയ്യാം. വീണ്ടും നമ്മൾ ലാസ്റ്റത്തെ ലെയറിൽ വന്നതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഷിഫ്റ്റ് യുടെ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാ ലെയറുകളും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലെയറിനെ മെർജ് ചെയ്യാം. ഇനി നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു സൈൻ ബോർഡിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇമേജിനെ ഇവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സൈൻ ബോർഡ് മോക്കപ്പിനകത്ത് എനിക്ക് ഇമേജിനെ പ്ലേസ് ചെയ്യണം കറക്റ്റായിട്ട്. അതായത് ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സൈൻ ബോർഡായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കൺട്രോൾ ടി പ്രസ് ചെയ്തുകൊണ്ട് ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ പോയിന്റ് എഡിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സ്ക്യൂ സെലക്ട് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു പോയിന്റ് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓരോ പോയിന്റ് എഡിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു സൈൻ ബോർഡ് പോലെ ഈ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിസൈനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ ടെക്സ്റ്റോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു ഇമേജ് ഇവിടെ പുതിയൊരു ഡോക്യുമെൻ്റ് ആയിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാനിവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കൺട്രോൾ എസ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ സേവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആ സൈൻ ബോർഡ് സ്മാർട്ട് ഒബ്ജക്റ്റിൽ പോയി നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ലെറ്റർ ഇവിടെ മോക്കപ്പിനുള്ളിൽ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഇമേജ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റ് ലെയറുകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല. എന്നാലും ഞാനിവിടെ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിനകത്ത് വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലെയർ ഇവിടെ കറക്റ്റായിട്ട് കാണാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു മോക്കപ്പിനെ കുറിച്ച് ഒന്നും കൂടെ വ്യക്തമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഒരു മോക്കപ്പ് ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുപോലുള്ള ലെറ്റർ ഹെഡ് മോക്കപ്പുകൾ അല്ലെങ്കിൽ ഫ്ലെയർ മോക്കപ്പുകളൊക്കെ നിങ്ങൾ യൂട്യൂബിനകത്തൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോക്കപ്പ് ഡിസൈനകത്ത് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൊരു മോക്കപ്പ് ഡിസൈൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ലെറ്റർ ഹെഡോ അല്ലെങ്കിൽ ഫ്ലെയർ ഒക്കെ മോക്കപ്പ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ടെംപ്ലേറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നവയാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുകയാണ്. റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ലെയറിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി ഞാൻ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ടി പ്രസ് ചെയ്യുന്നുണ്ട്. ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ പോയിന്റും ഈ ഒരു കോർണറിലേക്ക് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിന് ഇവിടെ ഏകദേശം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സേവ് ചെയ്ത് വെക്കണം. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു മോക്കപ്പ് വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് ഫയലായിട്ട് തന്നെ ഇതിനൊന്ന് സേവ് ചെയ്ത് വെക്കാം. നമ്മളിവിടെ മോക്കപ്പ് തന്നെയാണ് നെയിം കൊടുക്കുന്നത്. നമുക്ക് സേവ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മോക്കപ്പ് ഡിസൈനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനകത്തേക്ക് ഫ്ലെയറോ അല്ലെങ്കിൽ ലെറ്റർ ഹെഡോ നിങ്ങൾക്ക് എത്ര ഡിസൈൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റി മാറ്റി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ ഈ ഒരു തമ്പനെയിലകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മോക്കപ്പിനകത്തുള്ള റെക്റ്റാങ്കിൾ ഷേപ്പ് പുതിയൊരു ഡോക്യുമെൻ്റ് ആയിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിനകത്ത് എന്ത് തന്നെ കൊണ്ടുവന്നാലും നമുക്ക് ഈ ഒരു മോക്കപ്പിനകത്ത് അത് കാണാൻ കഴിയുന്നതാണ്.
അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലെറ്റർ ഹെഡിൻ്റെ ഒരു ഡിസൈൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈന് നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനകത്തേക്ക് കൊണ്ടുവരാം. നമുക്കിവിടെ കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ സൈസിൽ തന്നെ ഈ ഒരു ഡിസൈനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ Ctrl+S പ്രസ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യണം. ഇപ്പം നമ്മളിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോക്കപ്പിൽ പോയി നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു മോക്കപ്പ് ഷേപ്പിൽ തന്നെ ഇവിടെ ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനകത്ത് ഇനി നിങ്ങൾക്ക് മറ്റ് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താവുന്നതാണ്. ഞാനിവിടെ കുറച്ച് സാമ്പിൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ സേവ് ചെയ്യുന്നുണ്ട്. ഇവിടെ മോക്കപ്പിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് കാണാം. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റ് ലെയറുകളോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. എന്നാലും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലെയറുകളും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോക്കപ്പിനെ ഫോട്ടോഷോപ്പ് ഫയലായിട്ട് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് യൂസുകളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൊണ്ട് നിങ്ങളുടെ കമൻസ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക.